എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. നിങ്ങളെല്ലാവരും ചോദിച്ച് ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചത് ലേറ്റായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ക്യാരറ്റ് കേക്ക് എന്ന് പറയുന്നത് ക്യാരറ്റും കുറച്ച് സ്പൈസസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ കേക്കാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഐസിങ് ഇല്ലാതെയോ അല്ലെങ്കിൽ ഫ്രോസ്റ്റിംഗ് ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ സ്റ്റൗവിലോ അവനിലോ ഒക്കെ വെച്ചിട്ട് ഇതേ റെസിപ്പി തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കേക്ക് ടിൻ ഇതുപോലെ നെയ്യോ എണ്ണയോ തടവി കുറച്ച് മൈദ ഇട്ടൊന്ന് തട്ടിക്കളഞ്ഞ് ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് അടിയിലിട്ടൊന്ന് മാറ്റി വെക്കണം. 6 ഇഞ്ചിൻ്റെ പാനാണ്, ഒരു ചെറിയ 1/2 kg കേക്കാണ്. 5 ഇഞ്ചിൻ്റെ പാനായാലും മതി. ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 80 ഗ്രാം ക്യാരറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരുപാട് ക്രഞ്ചി ആയിട്ട് കിടക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സറിലൊന്ന് നല്ലപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിംഗ് ബൗളിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം പഞ്ചസാര, 1/2 കപ്പ് 250 ml കപ്പിൽ 1/2 കപ്പ് പഞ്ചസാര. ബ്രൗൺ ഷുഗറാണ് ക്യാരറ്റ് കേക്കിന് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ള പഞ്ചസാരയും യൂസ് ചെയ്യാം. ഫ്ലേവറിനായിട്ട് വെനില എസൻസ് ചേർത്ത് കൊടുക്കാം. എക്സ്ട്രാക്റ്റ് ആണെങ്കിൽ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ യൂസ് ചെയ്യാം. നല്ലപോലെ മിക്സാക്കി എടുക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു ഐസിങ് അല്ലെങ്കിൽ ക്രീമിന് വേണ്ടി മാത്രം ബീറ്റർ മതി. ഇപ്പോൾ കേക്ക് മാത്രം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈ വെച്ച് പഞ്ചസാര അലിയുന്നിട വരെ ഒന്ന് കലക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് അലിയിച്ചെടുക്കാം എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. 85 ഗ്രാം ബട്ടറാണ്. അമൂലിൻ്റെ 100 ഗ്രാമിൻ്റെ പാക്കറ്റിൽ നിന്ന് 1/4 ഭാഗത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. 80 ഗ്രാം ക്യാരറ്റാണുള്ളത്. ഇതിലൊരു ചെറിയ നനവൊക്കെ കാണും, അതൊന്നും പിഴിഞ്ഞ് കളയരുത്. നമ്മുടെ കേക്ക് മോയിസ്റ്റ് ആകാനായിട്ട് ഇതൊക്കെ സഹായിക്കും. നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതോടുകൂടി നമ്മുടെ കേക്ക് റെഡിയാവും. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 140 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പാണ്. ഇടിച്ച് നിറച്ചൊന്നും എടുക്കരുത്, ലെവൽ ചെയ്ത് തന്നെ അളന്നെടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പ്രധാനമായിട്ടും പട്ടയാണ്, അതായത് സിനമൺ പൗഡർ. ഞാനിവിടെ 1/4 ടീസ്പൂൺ സിനമൺ പൗഡറും 1 നുള്ള് നട്ട്മെഗ്, അതായത് ജാതിക്ക, 1 നുള്ള് കാർഡമം പൗഡർ, അതായത് ഏലക്ക, 1 നുള്ള് ചുക്ക് ജിഞ്ചർ പൗഡറുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഇതൊരു അരിപ്പയിൽ കൂടി നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ അരിച്ച് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കട്ട പിടിച്ച് കിടക്കും, അതുകൊണ്ടാണ്. ഇനി ഒരുപാടിട്ട് മിക്സ് ചെയ്യൽ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് കുറച്ച് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് അങ്ങ് ഒരുപാട് കട്ടിയായി പോവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിലും കട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഒരുപാട് ഡ്രൈ ആയി പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്തൊന്ന് ലൂസാക്കി എടുക്കുക. ഒരു കേക്ക് ടിന്നിലോട്ട് ഇത് മാറ്റിയതിന് ശേഷം നല്ലതായിട്ട് ടാപ്പ് ചെയ്യുക. ഈവനായിട്ട് നമ്മുടെ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു അവനിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് സ്റ്റവിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. ഇതിന് മുന്നത്തെ ബ്ലാക്ക് ഫോറസ്റ്റ് വീഡിയോയിൽ ഞാനിത് കാണിക്കുന്നുണ്ട്. ഞാനിന്നിവിടെ 175 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. 35 മുതൽ 40 മിനിറ്റ് വരെ നിങ്ങളുടെ അവൻ അനുസരിച്ച് സമയം വേണ്ടി വരും. ഇപ്പോൾ ഒരു സ്ക്യൂർ ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം. നമ്മളിതിൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് നല്ലപോലെ തണുത്തിട്ട് വേണം നമ്മൾ എപ്പോഴും ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. ക്രീം ഇല്ലാതെയും അടിപൊളിയാണ്. ഒരു 1/2 kg ചെറിയ കേക്കാണ്. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാനതൊന്ന് ഫ്രീസറിലോട്ട് മാറ്റി വെക്കുവാണ്. ഫ്രീസ് ചെയ്ത കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. ഇപ്പോൾ ക്യാരറ്റ് കേക്കിന് എപ്പോഴും നമ്മൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇഡ്ലിക്ക് ചമ്മന്തി എന്ന് പറയുന്ന പോലെയാണ് ക്യാരറ്റ് കേക്കിന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്. വേറെ ഫ്രോസ്റ്റിംഗ് ആണെങ്കിലും കുഴപ്പമില്ല, എങ്കിലും കോമൺ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ക്രീം ചീസാണ്. ഞാനിവിടെ 3 പാക്കറ്റ് എപ്പിഗാമിയ ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. 1 വർഷം മുന്നേ വരെ ഇന്ത്യയിൽ ക്രീം ചീസ് കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. ഇപ്പോൾ ഒരുപാട് ലോക്കൽ കമ്പനികൾ, നമ്മുടെ എപ്പിഗാമിയ ആണെങ്കിലും മിൽക്കി മിസ്റ്റിനും ഒക്കെ ക്രീം ചീസ് ഉണ്ട്. 100 ഗ്രാമിൻ്റെ 3 എണ്ണം, അപ്പോൾ 300 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. തണുത്ത ക്രീം ചീസാണ്. ബട്ടർ ഇതുപോലെ നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ച് നല്ലപോലെ റൂം ടെമ്പറേച്ചറിലൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് സോഫ്റ്റ് ആക്കിയ 60 ഗ്രാം ബട്ടറും 300 ഗ്രാം ക്രീം ചീസും ആയിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് 150 ഗ്രാം പഞ്ചസാര പൊടിച്ചത് വേണം. തരിയില്ലാതെ പൊടിച്ച പഞ്ചസാര ആയിരിക്കണം. ഇത് 3ഉം കൂടെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് റെഡിയാവുന്നത്. ഒരു ഫ്ലേവറിനായിട്ട് നമ്മൾ വെനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്രീം ചീസ് ആദ്യം നല്ലപോലെ സ്മൂത്ത് ആവുന്നവിടെ വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ.
അതിനുശേഷം നമുക്കിതിലേക്ക് സോഫ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുത്ത് ബട്ടറും ക്രീം ചീസും ഇതുപോലെ നല്ലപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിന് ഒരു ടാങ്ങി ഫ്ലേവറാണ്, ഒരു പുളിയുള്ള രുചിയാണ്. അത് അത്രയ്ക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടറിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഒരു 200 ഗ്രാം ക്രീം ചീസ് 100 ഗ്രാം ബട്ടറും ഉപയോഗിക്കാം. അതിൽ കൂടുതൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ ബട്ടറും ക്രീം ചീസും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീമിനൊരു ഫ്ലേവറിനായിട്ട് വെനില എസൻസും കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി 150 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നത് പഞ്ചസാര അവിടെയൊക്കെ പറക്കുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് കുറച്ച് ഡെൻസ് ആണ്, വിപ്പിംഗ് ക്രീം പോലെ അത്ര ലൈറ്റ് വെയിറ്റ് അല്ല. അതുപോലെ തന്നെ ഒരുപാട് നേരം അതിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കില്ല, കുറച്ച് കഴിയുമ്പോൾ അത് സോഫ്റ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ നമ്മളിത് വിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് ഫേം ആയിട്ട് ഒരു പൈപ്പബിൾ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ബീറ്റ് ചെയ്ത ക്രീം ചീസ് നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഈ സമയം കൊണ്ട് നമ്മുടെ കേക്ക് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ലെയറാക്കി എടുക്കണം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ടൂത്ത് പിക്ക് ഒരേ ഹൈറ്റിൽ ഇതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് പതുക്കെ ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കട്ടിയായിട്ടിരിക്കുന്നത് നമ്മൾ ഫ്രീസറിൽ വെച്ച കേക്ക് ആയതുകൊണ്ടാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ലെയറാക്കാൻ ഏറ്റവും എളുപ്പം. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഒട്ടും പൊടിയാതെ നല്ലപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരേ ലെവലിന്. അപ്പോൾ 2 ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഫ്രോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാം. നമ്മുടെ ക്രീം ചീസ് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ ഇരുന്നപ്പം നല്ല ഫേമായി വന്നിട്ടുണ്ട്. ഞാനൊരു പ്ലാസ്റ്റിക് ബാഗിലോട്ട് ഇതുപോലെ മാറ്റി കൊടുക്കുവാണ്. സാധാരണ ഒരു പ്ലാസ്റ്റിക് ബാഗിലോട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആദ്യത്തെ ലെയറിൽ നമുക്കിതുപോലെ ക്രീം വെച്ച് കൊടുക്കാം. ഇത് ലെവൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സൈഡിലൊക്കെ ക്രീം ഒന്ന് വെച്ച് കൊടുത്ത് ഒരു ക്രം കോട്ടെന്ന് പറയും, അധികം ഫിനിഷിംഗ് ഒന്നും ഇല്ലാതെ നമുക്കിതൊന്ന് എല്ലായിടത്തും ഒന്ന് ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ക്രം കോട്ട്, ഒരു തിന്നായിട്ടുള്ള ഒരു ലെയർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇങ്ങനെ കേക്ക് പൊടിയൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ അടുത്ത ലെയറാണ് ഫിനിഷിങ്ങിന് വേണ്ടി ചെയ്യുന്നത്. ക്രം കോട്ട് ചെയ്തിട്ടൊന്ന് ഫ്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫേമായി സെറ്റായി കിട്ടും. അപ്പോൾ അടുത്ത ലെയർ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ സൈഡിലും ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ക്രീം വെച്ചിട്ട് നല്ലപോലെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. ഒരു സ്ക്രേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കാർഡ് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുക. നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫിനിഷിംഗ് കുറവൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ട് ഇതുപോലൊരു പാറ്റേൺ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് പാറ്റേൺ ചെയ്ത് നോക്കി. സ്പൂണിൻ്റെ വലിപ്പം കുറച്ച് കൂടുതലായതുകൊണ്ട് ഇതേ പാറ്റേൺ നമുക്ക് ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോഴാണ് കുറച്ചുകൂടി ഒരു ഭംഗിയിൽ വന്നത്. ഇതുപോലെ തന്നെ നമുക്ക് സൈഡിലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീമിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഇതിലോട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വാൾനട്ട്സ് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തും അതിലും വാൾനട്ട്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഞാൻ അധികം ക്രഞ്ചി ആയിട്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ക്യാരറ്റ് കേക്ക് ആയതുകൊണ്ട് ക്യാരറ്റിൻ്റെ ഒരു ഡിസൈൻ വേണം. ഫോണ്ടൻ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് തന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് വെച്ച് കൊടുക്കുകയാണ്. 2 മല്ലിയിലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നെയ്ബേഴ്സിന് ഷെയർ ചെയ്തപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞൊരു കേക്കാണ്. ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഫ്രോസ്റ്റിംഗ് ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. ഇതിന് മുന്നേയിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനും നല്ല ടേസ്റ്റാണ്. ഒരുപാട് പേരൊന്നും ആ വീഡിയോ കണ്ടിട്ടില്ല. അപ്പം കാണാത്തവർ കണ്ടു നോക്കുക. ഞാൻ ഈ വീഡിയോയുടെ അവസാനവും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുക്കാം. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.